ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും. നമ്മൾ അഞ്ചത്തിൻ്റെ അടുത്ത് ഒരു നോൽമ്പറക്കലാണ് കേട്ടത്. അപ്പോൾ അതാ ഒരു സമൂസ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഇവിടുത്തെ നോൽമ്പറപ്പിച്ചലിൻ്റെ പരിപാടി തോനൊന്നുമില്ല കേട്ടോ, തോന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾക്കാണ് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിങ്ങാണ്ടേ. ഇതാ സമൂസൻ്റെ മസാല ഒന്നും ഉണ്ടാക്കണതൊന്നും കാട്ടി തന്നിട്ടില്ല. സമൂസൻ്റെ മസാലയിൽ ഇവിടെ ഇറച്ചിയും ഉരുളൻകിഴങ്ങും പട്ടാണി പരിപ്പും കടലയും പിന്നെ ഉള്ളി ഇതൊക്കെ തന്നെയാണ്. സമൂസൻ്റെ മസാല അറിയാത്തവരുണ്ടാവും. ഞാൻ ഇനി ഒരു ദിവസം എല്ലാം കൂടി കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് വലിയൊരു സുഖമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുഴുവെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നറക്കണതും പൊരിച്ചതുമാണ് കാട്ടിത്തരാമെന്ന് എഴുതിങ്ങാണ്ടേ ഒന്ന് നീച്ചതാണ്. അപ്പോൾ അതാ കണ്ടോക്കി ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതാ ടാങ്കാണത്. ഇത് പൊതിന ഇട്ടുങ്ങാണ്ട് അടിച്ചതാണ്, മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. പഞ്ചസാര ഇട്ടുങ്ങാണ്ട് നല്ല ടേസ്റ്റാണ്. സബ്ജ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കണം കേട്ടോ. കുറച്ച് സബ്ജി കഴിക്കാണ്ടിടുക. ഇനി ഇവിടെ വേറെയും ജ്യൂസ് ഉണ്ടാക്കാണ്ട് അതിലേക്കുള്ള പഞ്ചസാരയാണ് ഇടുക. ടാങ്കിൻ്റെ പൗഡർ ഇട്ടിക്കണമെങ്കിലും കുറച്ച് പഞ്ചസാര ഇടണം. കുറച്ചൊരു മധുരം വേണ്ടേ. അതിൽ ഐസും കട്ടി ഇട്ടുവച്ചാലേ അതാണ് തണുപ്പാവും. ഇത് ഇനി ഷമ്മാമാണ് കേട്ടോ. അല്ല, ഇത് പള്ളിക്കത്തെ കഞ്ഞി കൊണ്ടുവന്നതാണ്. ഞാൻ ജ്യൂസൊക്കെ ഒരു കട്ട ഐസ് എടുത്തേ. പള്ളിക്കത്തെ കഞ്ഞി കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളേ. കാരണം കൂടുതലായിരിക്കും ഈ ജ്യൂസും ഇതൊക്കെ കുടിച്ചുകൊണ്ട് ആ കഞ്ഞി കുടിച്ച ഒരു ക്ഷീണത്തിനൊരാക്കാണേ. ഇതാണ് കഞ്ഞി. നോക്കാണേ, നമ്മളെ തരിക്കഞ്ഞിൻ്റെ മാതിരി ലൂസാണ്. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടും കുടിച്ചാൽ, അങ്ങനെ കയ്യിലുകൊണ്ട് മുക്കി കുടിച്ചാണെങ്കിൽ അങ്ങനെയും കുടിച്ചാൽ നല്ല ആക്കാണ് ക്ഷീണത്തിന്. അപ്പം ഇനി ഷമ്മാമോണ്ട് ഒരു ജ്യൂസ് അടിച്ചാറിഞ്ഞങ്ങാണ്ട് അതുമാണ് മുറിച്ചട്ടെ. ഇവിടെ കാര്യമായിട്ട് ഈ പള്ളിക്കത്തെ കഞ്ഞിയാണ് കേട്ടോ. ഇത് എല്ലാവരും ദിവസം ഉണ്ടാവും പള്ളിക്ക കഞ്ഞി. ആ കഞ്ഞി വാങ്ങാൻ എല്ലാവരും വരും. വരുന്നവർക്കൊക്കെ കൊണ്ടുപോവുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചിങ്ങാണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ ഷമ്മാമ ഇവിടെ മിക്സിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിച്ചട്ടെ. അതിക്ക് വേണ്ട പഞ്ചസാര കുറച്ചാണ് ഇടട്ടെ. അപ്പോൾ അതിക്ക് തര പാലുമാണ് പാർന്നുങ്ങാണ്ടേ അതുകൊണ്ട് അടിച്ചട്ടെ. ഐസാണ് കേട്ടോ. ഐസ് പൊട്ടിച്ചിങ്ങാണ്ട് വെച്ചതാണ്. നോൽമ്പറക്കണ നേരത്തെ കുറച്ചൊരു നല്ലൊരു തണുപ്പ് കൊടുക്കണ കുടിച്ചെങ്കിലല്ലേ ഉള്ളൂ. ഞാൻ ഒന്നുണ്ട് അരിച്ചിങ്ങാണ്ടേ എടുത്തക്കട്ടെ. കുടിച്ച നേരത്തെ ഒന്നും തട്ടും തടവില്ലാതെ കുടിച്ചാനേ ആ തട്ടും തടവൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും നമ്മൾ എങ്ങനെയായാലും അരിച്ചാതെ വെച്ചാൽ. അപ്പോൾ അതിനൊന്നുണ്ട് അരിച്ച് വെച്ചിങ്ങാണ്ട്. ഇനി ഇവിടെ മെയിനായിട്ടൊരു ജ്യൂസ് ഉണ്ട് കേട്ടോ മക്കളെ. അത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഇവിടുന്ന് കുടിച്ചാലുണ്ട്, പക്ഷെ നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അത് നമ്മളെ പറങ്കൂച്ചി പശൻ്റെ മാതിരി ഒരു സൈസ് പശയാണ്. പശൻ്റെ മാതിരിയാണ് ഈ ഇതിൻ്റെയൊക്കെ മാതിരി. പിന്നെ എന്താത്തിൻ്റെ കൽക്കണ്ടത്തിൻ്റെയൊക്കെ മാതിരി ഒരു സാധനമാണ്. അതിൽ സബ്ജിയും ഒക്കെ ഇട്ടുങ്ങാണ്ട് ഇതാണ് ആ സാധനം. നോക്കുകയാണെങ്കിൽ കൽക്കണ്ടത്തിൻ്റെ മാതിരി. ഇത് കുത്തി പൊട്ടിച്ചിങ്ങാണ്ട് വെള്ളത്തിലിട്ട് പുതിർത്തിയാൽ ഇതേമാതിരി ഇരിക്കും. ഇതിൽ സബ്ജിയും കൂട്ടിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ആ കറുപ്പ് കളറ്. അത് കൂട്ടിയിട്ടില്ലെങ്കിൽ ഇതേമാതിരി ഈ ഐസും കട്ടൻ്റെ മാതിരിയേക്കാരം. അപ്പോൾ അതിക്ക് ഇനി ഒന്നുമില്ല, കുറച്ച് പാലും പഞ്ചസാരയും
ഐസും കട്ടയും മാത്രമേ ഇടണുള്ളൂ ഇതിൽ കേട്ടോ. അതിന് കോന്ത് എന്ന് പറയും. അത് ചൂടിന് നല്ലതാണ്, തടിക്ക് നല്ല കുളിർച്ചയാണ്. ചൂട് കാലത്ത് നമ്മളിത് കുതിർത്തിങ്ങാണ്ട് വെള്ളമാക്കി കുടിച്ചാൽ തടിക്ക് നല്ലതാണ്. ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും ആണ് കേട്ടോ. വെറുതെ വെള്ളത്തിലിട്ടുങ്ങാണ്ട് പുതിർത്തിയിട്ട് ഇങ്ങോട്ട് പുതിരുമ്പോൾ കുറച്ച് നേരത്തെ വെള്ളത്തിലിടണം കേട്ടോ. അപ്പം ഇതും ഈ റോസിൻ്റെ ഇതും അതിക്ക് കുറച്ചുണ്ട് ഒഴിച്ച നല്ല ടേസ്റ്റാണ്. അപ്പോൾ 3 വീതം ജ്യൂസായി. സമൂസയാണ് പൊരിച്ചട്ടെ. നോൽബർക്കാൻ നേരം ഇങ്ങോട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് ഞമ്മക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായി കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോണ്ടി മക്കളെ. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ആയിട്ട് വരാതെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇരുന്നീനത്. ഒന്നാമത്തെ സുഖമല്ല, തടി കൊണ്ടും സുഖമല്ല, മനസ്സൊക്കും സുഖമല്ല, ആകെ ഒരു ഇടങ്ങാറ്. ഇപ്പോൾ അൽഹംദുലില്ലാ കുറച്ചൊക്കെ കുഴപ്പമില്ല. പിന്നെ നമ്മളെ ഫോണാണെങ്കിൽ അതിലും വലിയ പിരാന്ത്. ഫോണാണെങ്കിൽ എങ്ങനെ എന്ത് ചെയ്താലും നമ്മൾ കരുതിയോടത്ത് പിടിച്ചോടത്ത് കിട്ടൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിരിക്കണ്. ഇൻഷാ അല്ലാ ഇനി നമ്മൾ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരും. സേലത്തേക്ക് പോയിട്ട് എൻ്റെ പേരേക്ക് പോയാൽ നല്ല വീഡിയോകളൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇടണം. അപ്പോൾ നിങ്ങളൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം മക്കളെ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അത് നിങ്ങൾ മറക്കരുതേ. അപ്പോൾ നിങ്ങളെല്ലാവരെയും ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തണം. അതിനും മറക്കരുത്. ഞാനും തന്നെ എൻ്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. കൊക്കവടക്ക് അവിടെ മാവ് കൂട്ടി വെച്ചാണ്. കൊക്കവട ഉണ്ടാക്കാം. നോക്കട്ടെ, സമയം ഇവിടെ ഇങ്ങോട്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ, നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുകൊണ്ടീ കമൻറ്റിലേ. കമൻറ്റിലൊന്ന് എഴുതിയിടുകൊണ്ടീ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളെന്നുള്ളത്. എന്താണ് മക്കളെ ചുട്ടിട്ട് കണ്ണും തലയൊക്കെ എന്താണെന്നറിയില്ല, കണ്ണൊക്കെ പോവുകയാണ് വെയ്ക്കൈറ്റേ. എന്തൊരു ചൂടാണ്. അപ്പോൾ ഇവിടെ അടുക്കളയിൽ സ്ഥലം കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ. ആകെ ഒരു ഇതിമ അടുപ്പ് വെക്കാൻ തന്നെ ഉള്ളു സ്ഥലം. പിന്നെ പൈൻ്റെ അടുക്കുള്ളതാണ്. നമ്മൾ ഈ അടുപ്പത്ത് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പമുള്ള സാധനങ്ങൾ അടുത്ത് കൂടെ വെക്കാനേ അതൊരു ഗതികേടുണ്ട്. നോൽമ്പറക്കാൻ നേരമായി. അപ്പോൾ അതാ നോൽമ്പറക്കാൻ അടുത്ത് വെച്ചും കൊണ്ടിരിക്കുകയാണ്. മൂന്ന് ജ്യൂസ്, സമൂസ, കഞ്ഞി, സോസ്, കൊക്കവട. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നോൽമ്പറവി കേട്ടോ. എല്ലാവർക്കും കൂടി ഓരോരുത്തർ ഇരിക്കാനുള്ളൊരു സൗകര്യമല്ലേ. അപ്പോൾ ഉള്ളതില്ലല്ലോ എല്ലാവരും എല്ലായിടത്തോണ്ട് ഇരുന്നുങ്ങാണ്ടേ വേഗം നമുക്ക് കഴിച്ചിട്ട് എത്തിക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവർക്കും
അസ്സലാമു അലൈക്കും.